സിനിമ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്തോ നോവൽ എഴുതും പോലെയാണ് ഇരുന്നത്. എന്തൊക്കെയോ പ്രതീക്ഷ, പക്ഷെ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ആക്കി കളഞ്ഞു. കഥാപരമായിട്ടാണോ പ്രശ്നം? കഥാപരമായിട്ട് വെച്ചാൽ നോവല് കാല ലെവലിലൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കരമായ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് 3D മാത്രമേ കൊള്ളാം, വേറെ ഒന്നുമില്ല പടത്തില്. ഭയങ്കര മോശം. പ്രൊഡക്ഷൻ ക്വാളിറ്റിയോട് അപ്പുറം പെർഫോമൻസ് വൈസ് എന്താ? പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ലാലേട്ടന്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല പടത്തിൽ. ഒന്നുമില്ല. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ മൊത്തം പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആ ലെവലാണ് പടം, ഉറങ്ങിപ്പോയി. 3D എങ്ങനെയുണ്ടായിരുന്നു? 3D ഒക്കെ കൊള്ളാം. കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ പറ്റിയ രീതിയിൽ തന്നെയാണ് 3D ഒക്കെ എടുത്തിട്ടുള്ള, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമല്ലോ, ആ ഒരു രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് പടം നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് എന്ത് പറഞ്ഞ പറയാനുള്ളതൊക്കെ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞത് നല്ലൊരു മാസ് ഹീറോ ആണ് മോഹൻലാൽ. ഇപ്പൊ പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം ഏത് രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നല്ലൊരു ക്ലാസ് പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല മേക്കിങ് എല്ലാം ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞു. ഒരു മികച്ച അഭിപ്രായവും ഒരു തിരക്കില്ലാത്ത അഭിപ്രായം. കുഴപ്പമില്ല, പടമാണ് നല്ല പടം, ഫാമിലിക്കുള്ള പക്ക ഫാമിലി. തീർച്ചയായിട്ടും 3D വർക്ക് എങ്ങനെയാണ്? 3D നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി വൈസ് നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് 3D വർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ എല്ലാ അഭിപ്രായങ്ങൾ കൂടുതൽ തേടേണ്ടതും ഉണ്ട്. അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. പക്ക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയായിരുന്നു. എന്താ പറയാ, ലാലേട്ടന്റെ മമ്മൂക്ക പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ടെക്നിക്കലി ഉണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഒരു ഹൃദയമുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന അതെ കുട്ടികൾ കുറച്ചൊരു നാടകീയത ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു നല്ല സിനിമയായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ സിനിമയാണ്, ഫാമിലിക്ക് പറ്റും, ഫാൻസുകാർക്ക് അത്രയ്ക്ക് പോരായിരിക്കും. 3D എങ്ങനെയുണ്ട്? ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി പക്കായിരുന്നു. ഒരു ബോളിവുഡ് സിനിമ കാണുന്ന ഒരു ലെവലായിരുന്നു. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഓരോ സിനിമ വരേണ്ടത്. കൊള്ളാം, നല്ല സിനിമ. അതാണ് അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഇത് നമ്മളെ മുതിർന്നവരത്തല്ല ചോദിച്ചിട്ട് നല്ല കൊച്ചു പിള്ളേരെ ചോദിക്കണം. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത്. ആസ് എ ഡയറക്ടർ മോഹൻലാൽ നല്ല അറ്റൻഡാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വിഷ്വൽ മേക്കിംഗ്, നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ്. 3D തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു മോനെ സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? 3D ഒക്കെ ഇഷ്ടപ്പെട്ടോ? മോഹൻലാൽ എങ്ങനെയുണ്ട്? ഒന്നും പറയുന്നില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എല്ലാരും ചോദിച്ചപ്പോ പേടിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? അടുത്തൊക്കെ വന്നോ? അടുത്ത് കുട്ടികൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലേക്ക് ആയിരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടിറങ്ങുന്നവരുടെയും അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് കുട്ടികളോടും കൂടി തന്നെ പ്രധാനമായും ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സാധനങ്ങളൊക്കെ അടുത്ത് വന്നോ? അടുത്ത് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അതന്നെ, നമുക്ക് കുട്ടികളോടും കൂടി കാര്യങ്ങൾ ചോദിക്കണം. അവരെയും കൂടി സംതൃപ്തിപ്പെടുത്തുന്ന സിനിമയിലേക്ക് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത് വന്നോ? സാധനങ്ങൾക്ക് അടുത്ത് വന്നോ? ഈ കണ്ണാടിയിൽ അടുത്ത് വന്നോ? നാണോ എന്ന് തോന്നുന്നു. വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. നമുക്ക് കുറച്ച് അഭിപ്രായങ്ങളോട് ചോദിക്കാം. മാസം കേട്ടോ, 2.25 മണിക്കൂർ 3D ഇമേജ്. ഇങ്ങനൊരു 3D സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു 3D ഇമേജ്, ഭയങ്കര രസം. മോഹൻലാൽ എന്ന് പറയുന്നൊരു വല്ലാത്തൊരു മാസ്മരികത വീണ്ടും കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കഥയൊന്നും നോക്കരുത്, പക്ഷെ 3D എഫക്റ്റിൽ മോഹൻലാൽ ചെയ്തേക്കുന്ന സാധനം സൂപ്പർ, ഒരു രക്ഷയില്ല. 3D കാണാൻ വരും 2.25 മണിക്കൂർ, ഗംഭീര സാധനം. ലാലേട്ടന്റെ ഒരു ക്രിസ്മസ് സമ്മാനം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അതോ കുട്ടികൾക്കും ഫാമിലിക്കും മൊത്തം കയറാം. ലാലേട്ടൻ നല്ലൊരു സംവിധാനം തന്നെ. ലാലേട്ടൻ സംവിധാനം നല്ല സംവിധാനം. ലാലേട്ടന്റെ ഒരു ക്രിസ്മസ് സമ്മാനം എന്നുള്ള അഭിപ്രായമുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി 3D പ്രത്യേകിച്ച് 3D കുഴപ്പമില്ല, കൊള്ളാം. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ലാലേട്ടന്റെ കൊള്ളാം. ഓക്കെ, അപ്പോ സമ്മിശ്രമായ അഭിപ്രായങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാ. മോഹൻലാലിന്റെ സിനിമ എങ്ങനെയുണ്ട്? 3D എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത് വന്നു
സൂപ്പറായി. കൊള്ളാം. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? നല്ല പടമാണ്, നല്ല പടം. 3D എക്സ്പീരിയൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും നല്ലതായിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു നല്ല 3D സിനിമ കണ്ടിട്ടില്ല. വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. വളരെ ലോ ഒരു എക്സ്പെക്ടേഷനുമായിട്ടാണ് വന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങളും കൂടി ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. 3D effect ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല നന്നായി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പടം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി കയറും. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, കുഴപ്പമില്ല.